തൃക്കടിയിരി തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും താലപ്പൊലി മഹോത്സവവും ഫെബ്രുവരി 5-ന് വിപുലമായി ആഘോഷിക്കും. വർണ്ണാഭമായ പരിപാടികളാണ് ഇത്തവണയും ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 22-ന് കൊടിയേറ്റത്തോടെ ആരംഭിച്ച ഉത്സവ പരിപാടികൾ ക്ഷേത്രത്തിൽ തുടർന്നു വരികയാണ്. 15 ദിവസം കളംപാട്ടും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ഫെബ്രുവരി 5-ന് പ്രതിഷ്ഠാദിനവും താലപ്പൊലിയും വിപുലമായി ആഘോഷിക്കും. രാവിലെ 10:30-ന് ഗജപൂജയും ആനയൂട്ടുമുണ്ടാകും. ഉച്ചയ്ക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പാനയ്ക്ക് ശേഷം മേളം, ഊതൻതിറാക്കളിയും 4-ന് ക്ഷേത്രത്തിലേക്കുള്ള വേലവരവും നടക്കും. ഗജവീരന്മാർ, ഇണക്കാളകൾ, തേര്, നാടൻ കലാരൂപങ്ങൾ, മേളം എന്നിവ ഉൾപ്പെടെ വർണ്ണാഭമായ പരിപാടികൾ താലപ്പൊലിയുടെ ഭാഗമായി ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. തൃക്കടിയിരി തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും താലപ്പൊലിയുമാണ് ഈ ഫെബ്രുവരി 5-ാം തീയതി. അതിനോടനുബന്ധിച്ച് ജനുവരി 22-ന് കൊടികയറ്റം നടന്നു. അന്ന് മുതൽ ഓരോ കലാപരിപാടികളും അവിടെ ഉണ്ട്. അപ്പോൾ ഇന്നലെ വരെയുള്ള പരിപാടികൾ കഴിഞ്ഞു. ഇന്ന് അവിടെ നാടൻ പാട്ടാണ്, നാളെ ബാലയാണ്, അതിൻ്റെ പിറ്റേ ദിവസം നാടൻ പാട്ട് തന്നെയാണ്. അവസാന ദിവസമായ 5-ാം തീയതി രാവിലെ 10 മണിക്ക് ആനയൂട്ട്, അതിനുശേഷം ശ്രീഭൂതബലി. അത് കഴിഞ്ഞാൽ വേലകൾ കയറേണ്ട സമയം ഉച്ചയ്ക്കാണ്. ഏണ്ടൊരു 3 മണി 3:30 തൃക്കടിയിരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വേല പുറപ്പെടുകയും 4 മണിയോടുകൂടി ക്ഷേത്രത്തെ പരിസരത്തെത്തി വേല കയറാൻ ശ്രമിക്കും. ഏണ്ട് 10ഓളം ഇണക്കാളകളും 8ഓളം ആനവേലകളുമാണ് ഉള്ളത്. ആദ്യം കാളവേലകൾ കയറും. കാളവേലകൾ കയറി പ്രദക്ഷിണം വച്ച് അവരുടെ സ്ഥാനത്ത് വച്ച് കഴിഞ്ഞാൽ ആനവേലകൾ ക്ഷേത്ര കോമ്പൗണ്ടിൽ നിരക്കുന്നു. 2 സെറ്റായിട്ടാണ് ആനവേലകൾ നടക്കുക. ഒന്ന് ദേവസ്വത്തോട് ഒപ്പം നിൽക്കുന്ന അനുബന്ധ വേലകളും, പിന്നെ ഒന്ന് വടക്കും മുറിയും അവരോടൊപ്പം നിൽക്കുന്ന വേലകളും. അങ്ങനെ 2 സെറ്റായിട്ടാണ്. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് PG മുരളീധരൻ, സെക്രട്ടറി CN ഗോപാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി PN സതീശൻ, ദേവസ്വം ക്ലർക്ക് B ഹരിഗോവിന്ദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിവ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.